86-ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഇസ് ഈക്വൽ ടു എ സി. ദ സൈഡ് എ ബി ഇസ് ഈക്വൽ ടു സൈഡ് എ സി. ഓക്കെ. ആൻഡ് പി ക്യു ഈസ് എ ടാൻജൻറ്റ്. is the tangent at A. എയിലൂടെയുള്ള ടാൻജൻ്റ് ആണ് പി ക്യു. പി ക്യു ഈസ് ദ ടാൻജൻറ്റ് അറ്റ് എ ഓൺ ഇറ്റ്സ് സർക്കിൾ ഓൺ ദ സർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ സർക്കിളിലുള്ള ടാൻജൻ്റാണ്. ടാൻജൻറ്റ് വരക്കുന്നത് ഒരു സർക്കിളിലാണ്. എ ബി സി ഈസ് എ ട്രയാങ്കിൾ ആൻഡ് എ സർക്കിൾ ഈസ് ഡ്രോൺ ത്രൂ ഇസ് വെർട്ടിസസ്. പി ക്യു ഈസ് എ ലൈൻ പാസസ് ത്രൂ എ ആൻഡ് ടച്ചസ് ദ സർക്കിൾ. ദെർഫോർ പി ക്യു ഈസ് ദ ടാൻജൻറ്റ് അറ്റ് എ. ഇവിടെ തന്നിരിക്കുന്നത് എ ബി ഈസ് പാരലൽ ടു എ സി. പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ബി സി. ടു പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ബി സി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്നറിയാലോ. എ ബി ഇസ് ഈക്വൽ ടു എ സി. ദെർഫോർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു എ ബി ആൻഡ് എ സി ആർ ഈക്വൽ. These two angles are equal. Okay. അപ്പോൾ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, കോഡ് പി എ ബി, chord AB and tangent PQ. The angle between chord AB and tangent PQ. Angle between chord AB and tangent PQ. അത് ഈ കാണുന്ന ആംഗിൾ ആണ്. ഓക്കെ. ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. ഈസ് ഈക്വൽ ടു ആംഗിൾ സി. ഇത് രണ്ടും ഈക്വലാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കി angle B is equal to angle C. These two angles are equal. Angle PAB is equal to angle C. Therefore, we can write angle PAB is equal to angle ABC. അതായത് നമ്മൾ പറയുന്ന ആംഗിൾ ബി ആണ് ഈ കാണുന്നത്. ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ. ആ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ കാണുന്ന ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ്. ഇഫ് ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് ഓൾസോ എക്സ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആംഗിൾ പി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി എന്ന് നമുക്ക് കിട്ടി. ദീസ് ആർ alternate interior angles.
ഇൻറ്റീരിയർ ആംഗിൾസ്. മലയാളത്തിൽ അതിനെ മറുചാപങ്ങൾ എന്ന് പറയും, മറുകോണുകൾ എന്ന് പറയും. ഇതിനെ മറുകോണുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അത് രണ്ട് ഈക്വൽ ആകണമെങ്കിൽ ലൈൻസ് രണ്ടും പാരലൽ ആയിരിക്കണം. ദേ ആർ ഈക്വൽ, ദീസ് ആർ ഈക്വൽ, ദാറ്റ് ഈസ് PQ is parallel to BC എന്ന് എഴുതാനായിട്ട് സാധിക്കും നമുക്ക്. അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇൻ ട്രയാങ്കിൾ ABC ടാൻജൻറ്റ് PQ is drawn through A. എയിലൂടെ വീണ്ടും ടാൻജൻറ്റ് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. ഇത് ABC is a triangle. Okay, ABC is a triangle and this is the circumcircle of this triangle and this is the tangent at A. A tangent PQ is drawn through A to the circumcircle of the triangle. If BC is parallel to PQ, if BC is parallel to PQ, ഇവിടെ തന്നിരിക്കുന്നതാണ്. If BC is parallel to PQ, prove that AB is equal to AC. BC is parallel to PQ. അപ്പോൾ തന്നിരിക്കുന്ന given that BC is parallel to PQ. So, the alternate interior angles, alternate interior angles, angle PAB is equal to angle ABC. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. PAB is equal to ABC. കാരണം the line PQ is parallel to BC. BC is parallel to PQ. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് these two are equal angles, alternate interior angles which are equal. ഇത് പാരലൽ ആണെങ്കിൽ മാത്രമേ ഈ കാണുന്ന രണ്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസും ഈക്വൽ ആവുകയുള്ളൂ. പാരലൽ അല്ലെങ്കിലും അവിടെ ആംഗിൾസും ഉണ്ടാവും, പക്ഷെ അത് ഈക്വൽ ആയിരിക്കില്ല. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും ദീസ് ടു ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ബിക്കം ഈക്വൽ. മറുകോണുകൾ തുല്യമാകണമെങ്കിൽ ഈ രണ്ട് വരകളും സമാന്തരങ്ങളായിരിക്കണം. ഇവിടെ തന്നിട്ടുണ്ട് PQ is parallel to BC, therefore these two angles are equal. Okay. നമുക്ക് മറ്റൊരു കാര്യം അറിയാം. We know that angle PAB is equal to angle ACB. അത് ടാൻജൻറ്റിൽ സർക്കിളിലെ ടാൻജൻറ്റും കോഡും തമ്മിലുള്ള ഒരു ആംഗിൾ റിലേഷനാണ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദ അതർ പാർട്ട്. ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ള കോൺസെപ്റ്റ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ആംഗിൾ PAB is equal to angle ACB. Reason, angle between chord and tangent. Angle between, അത് എഴുതണം നിങ്ങൾ നോട്ട്ബുക്കിൽ. Angle between chord and tangent is equal to angle in the other part. In the
അതർ പാർട്ട്. ഓക്കെ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇഫ് ദിസ് ആംഗിൾ ഇസ് എക്സ്, ദിസ് വിൽ ബി എക്സ് by the equality of alternate interior angles. These two angles are equal by the equality of alternate interior angle. These two angles are equal according to the statement given here. That means combining these two, we can say angle B is equal to angle C. അപ്പോൾ in triangle ABC, angle B is equal to angle C. Therefore, opposite sides are equal. That is AB is equal to AC എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, രണ്ട് പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പിക്ചർ താഴെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഫിഗർ. ഓക്കെ, ഈ ചോദ്യത്തിൽ QR ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. QR നമുക്കിങ്ങനെ തിരുത്താം. ഇവിടെ QR ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണ് ചിത്രത്തിൽ കാണുന്നത്. QR ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. MN ഈസ് ടാൻജന്റ് അറ്റ് P. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇവിടെ QR ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന PQ എന്നുള്ളത് ഒരു കറക്ഷൻ വരുത്തണം. QR ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. MN ഈസ് ടാൻജന്റ് അറ്റ് P. RPN ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. RPN ഇവിടെയുള്ള ആംഗിള് RPN ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ആംഗിള് 50 ഡിഗ്രി. RPN ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് PQR? PQR ആംഗിൾ PQR ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി തന്നെ. ഇനി അതിന് കാരണം എഴുതേണ്ട ആവശ്യമില്ല, പല പ്രാവശ്യവും നമ്മൾ കണ്ടതാണ്. അത് പഠിക്കാൻ നേരത്ത് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞും നമ്മൾ ആ റീസൺ എഴുതി നമ്മൾ ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. ഓക്കെ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ PRQ? PRQ ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് 50 ആണെങ്കിൽ PQR എത്രയാണെന്നാണ് ചോദ്യം. ഇത് 50 ആണെങ്കിൽ ആംഗിൾ PQR ഇസ് ഈക്വൽ ടു 50 എന്ന് നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ദിസ് ആംഗിൾ ഈസ് 50. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം സിൻസ് ആംഗിൾ QPR ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, അതിൻ്റെ റീസൺ ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ അത് 90 ആണെങ്കിൽ വി ക്യാൻ സേ ആംഗിൾ PRQ ഇസ് ഈക്വൽ ടു 90 മൈനസ് 50. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് 50, ദാറ്റ് ഈസ് 40 ഡിഗ്രി. ഇത് 90 ആണെങ്കിൽ ബാക്കി ഇത് രണ്ടും കൂടി കൂട്ടിയാലും 90 ആയിരിക്കും. കാരണം ഇത് 90 ആണല്ലോ, ബാക്കി രണ്ട് അക്യൂട്ട് ആംഗിളുടെ സം 90 ആയിരിക്കും. ദിസ് ഇസ് 50, ദിസ് ഇസ് 40 ഡിഗ്രി. അതങ്ങനെ പറയാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് QPM? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ QPM? ആംഗിൾ QPM is equal to this angle is equal to this angle. Angle QPM is equal to angle QRP, that is 40 degree. Therefore angle QPM is equal to 40 degree എന്ന് എഴുതാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചോദ്യത്തിൽ വരുന്നത്.
ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയാണ് നാലാമത്തെ ചോദ്യം. ഇതാണ് ചോദ്യം. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ സർക്കിൾ പി എ ഈസ് ദ ടാൻജന്റ്. ഓക്കെ, ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇൻ ദ ഫിഗർ ബി സി ഈസ് ദ ഡയമീറ്റർ. ബി സി ഈസ് ദ ഡയമീറ്റർ ആണെങ്കിൽ പിന്നെ ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. വ്യക്തമാണത്. ആ ഡയമീറ്ററിലെ മിഡ് പോയിന്റ് ആണ് ഒ. ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ബി സി ഈസ് ദ ഡയമീറ്റർ. പി എ ഈസ് ദ ടാൻജന്റ്. ആംഗിൾ പി എ പി ബി ഈസ് ഈക്വൽ ടു എക്സ്. എ പി ബി ഈസ് ഈക്വൽ ടു എക്സ്. പി എ ബി ഈസ് ഈക്വൽ ടു പി എ ബി ഈസ് ഈക്വൽ ടു വൈ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ബി എ സി. ആദ്യത്തെ ചോദ്യം നോക്കാം. ആംഗിൾ ബി സി എ, ആംഗിൾ സി എ ക്യു, ബി സി എ. ബി ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് വൈ തന്നെയാണെന്ന് വ്യക്തം. കാരണം ഈ ആംഗിൾ വൈ ആണെങ്കിൽ ഈ ആംഗിളും വൈ ആണ്. ആലോചിച്ച് നോക്കുക. ബി എ ഇസ് ദ കോഡ് ആൻഡ് പി ക്യു ഇസ് ദ ടാൻജന്റ്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദ അതർ പാർട്ട് ഓഫ് ദ സർക്കിൾ. Therefore this is also y. This angle is also y. വ്യക്തം ആണ് കാര്യങ്ങൾ. ആൻഡ് എ സി എ ക്യു, ആംഗിൾ സി എ ക്യു നോക്കൂ. സി എ ക്യു, സി എ ക്യു. ഇതാണ് ചോദ്യം. ഈ ആംഗിൾ എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, അതെന്ത് ചെയ്യണം? ആംഗിൾ സി എ ക്യു എങ്ങനെ കാണാൻ പറ്റും? സി എ ക്യു എന്ന ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി ഓക്കെ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് വൈ ആണെങ്കിൽ ദിസ് ഈസ് 90 മൈനസ് വൈ. ഇത് 90 മൈനസ് വൈ ആയിരിക്കും. വ്യക്തമാണ്. കാരണം ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ബി സി എ ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ദിസ് ഈസ് 90 ഡിഗ്രി. ഈ ആംഗിൾ വൈ ആണെങ്കിൽ ദിസ് ഈസ് 90 മൈനസ് വൈ. ആ 90 ഉണ്ടോ, ഈ കോഡ് 90 മൈനസ് വൈ തന്നെയാണ് ഇവിടെ വരുന്ന ആംഗിൾ 90 മൈനസ് വൈ. Therefore this is equal to ആംഗിൾ 90 മൈനസ് വൈ എന്ന് പറയാൻ പറ്റും. ഈ കോഡും ഈ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ തന്നെയാണ് അതിൻ്റെ കോംപ്ലിമെൻ്ററി സെഗ്മെൻറ്റ്, അതിൽ വരുന്ന മറുഭാഗത്ത് വരുന്ന ആംഗിൾ. ഇത് 90, ഇത് വൈ ആണെങ്കിൽ ഈ ആംഗിൾ 90 മൈനസ് വൈ ആണ്. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. ഈ ആംഗിൾ തന്നെയാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് എ ബി സി? ഈ ആംഗിൾ എത്രയാണെന്നാണ്. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 90 മൈനസ് വൈ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. എ ബി സി അതൊക്കെ ഇതിനു മുൻപ് പറയാവുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ എക്സുമായിട്ട് ബന്ധപ്പെടുത്തി സി എ ക്യു, സി എ ക്യു അത് വൈ ആണ്. 90 മൈനസ് വൈ ആണ്. ഇത് വൈ ആണ്. ഇതെല്ലാം കിട്ടിയതാണത്. വാട്ട് ഈസ് എക്സ് പ്ലസ് 2y? അപ്പോൾ ആംഗിൾ ബി, ചോദ്യം ബി എന്ന് പറഞ്ഞാൽ എ ബി സി. എ ബി സി, ആംഗിൾ എ ബി സി. അത് രണ്ട് തരത്തിൽ എഴുതാം. ഒന്നില്ലെങ്കിൽ ഇതുണ്ടോ, ഇത് എക്സ് ഇത് വൈ ആണെങ്കിൽ ദിസ് ഈസ് 180 മൈനസ് എക്സ് പ്ലസ് വൈ ആൻഡ് ദിസ് ഈസ് 180 എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ദിസ് ഈസ് 180 മൈനസ് എക്സ് പ്ലസ് വൈ. അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് എഴുതാം. ഓക്കെ, ആംഗിൾ പി ബി എ is equal to PBA is equal to 180 minus x plus y. ഇതൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് therefore angle ABC is equal to ഇതെത്രയായിരിക്കും? ABC is equal to
എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഇത് മൊത്തത്തിൽ 180 ആണ്. ഇത് 180 മൈനസ് എക്സ് പ്ലസ് വൈ, ദെർഫോർ ദിസ് ഈസ് എക്സ് പ്ലസ് വൈ. ഇങ്ങനെ എഴുതാം. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കി ഇത് 90 മൈനസ് വൈ ആണെന്ന്. അപ്പം നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഇവിടെ നിന്ന് കിട്ടിയ എക്സ് പ്ലസ് വൈയും ഈ 90 മൈനസ് വൈ എന്ന് പറയുന്നതും ഈക്വലാണ്. അത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു ഇത് ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം. വളരെ നന്നായിട്ട് ചിന്തിക്കുന്നൊരു ചോദ്യമാണ്. ഈ ആംഗിളും ഈക്വലാണ്. ഓക്കെ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോഴേക്കും ഇത് വൈ ആണെങ്കിൽ ഇത് 90 മൈനസ് വൈ, ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് വൈ ആണ്. അത് മറ്റു പലതരത്തിലും കാണാം. ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസിൻ്റെ സം ഓപ്പോസിറ്റായിട്ടുള്ള ഔട്ടർ ആംഗിൾസിന് ഈക്വലാണ് എന്നുള്ള പ്രിൻസിപ്പിളൊക്കെ ഉപയോഗിക്കാം. അത് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ.